ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ് അന്താരാഷ്ട്ര വാർത്ത എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട എല്ലാവർക്കും വേദന തോന്നിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അത് ഭീകരമായ ദൃശ്യങ്ങളാണ്. ആളുകൾ ഇറങ്ങി ഓടുമ്പോൾ പിന്നിൽ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന കാഴ്ച, തകർന്നു വീഴുന്നതിൻ്റെ പാളികൾ ഓരോരുത്തരുടെയും ദേഹത്തേക്ക് പതിക്കുന്ന കാഴ്ച. അങ്ങനെ നിമിഷ നേരം കൊണ്ട് അതായത് നമ്മൾ ഭൂമിയോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചാണ് തിരിച്ച്. പക്ഷേ പെരുമാറുന്നവർക്കാവില്ല അത് കിട്ടുക ചിലപ്പോൾ, മനസ്സിലായില്ലേ? അപ്പോൾ ഭൂമി കുലുക്കം ഏറ്റവും കടുപ്പമേറിയ ഭൂമിയിൽ പോലെ കൊളംബിയയെ പിടിച്ചു കുലുക്കിയ ആ ദുരന്തമാണ്. അതോടൊപ്പം തന്നെ ഈ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ്. രാവിലെ 111 നമ്മൾ കൊടുത്തു, ഇപ്പം 140. പടിഞ്ഞാറൻ കൊളംബിയയിലുണ്ടായ വൻ ഭൂചലനത്തിൽ മരണസംഖ്യ 140 ഉയർന്നു. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 87 പേർക്ക് പരിക്കേറ്റുവെന്നാണ് ഇതുവരെയുള്ള വിവരം. നിരവധി കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു വീണു. കൊളംബിയൻ പ്രസിഡന്റാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യം കണ്ട ഏറ്റവും ശക്തമായ ഭൂചലനമാണിതെന്ന് കൊളംബിയൻ ജിയോളജിക്കൽ സർവീസ് സ്ഥിരീകരിച്ചു. ഭൂകമ്പത്തിൽ തകർന്ന കൊളംബിയയ്ക്ക് $15.5 മില്യൺ ധനസഹായം പ്രഖ്യാപിച്ചു US എന്ന വാർത്തയും വരുന്നുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നുണ്ട്. ഐസൻ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാഴ്ച, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ. കൊളംബിയ ഇതുവരെയും നടുക്കം വിട്ടുമാറാത്ത അവസ്ഥയിലോ? തീർച്ചയായും കൊളംബിയ ഒരു നടുക്കം വിട്ടുമാറാത്ത അവസ്ഥയിലാണ്. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 140 കടന്നു മരണസംഖ്യ എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ 600ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് ഇതെല്ലാം തന്നെ കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഇനിയും ആവശ്യമുണ്ട്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മാത്രമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ വാർത്തകൾ നൽകുമ്പോഴുള്ള ഡെത്ത് ടോളും അതുപോലെ തന്നെ ഈ പരിക്കേറ്റവരുടെ എണ്ണം സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും എല്ലാം തന്നെ പുറത്തു വരുന്നത്. നിലവിൽ 600ഓളം പേർക്ക് പരിക്കേറ്റുവെന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 1500-ലേറെ കെട്ടിടങ്ങൾ തകർന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂറ്റൻ കെട്ടിടങ്ങളും നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളൊക്കെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വലിയ തോതിൽ അത് അപകടങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതുപോലെ തന്നെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളുടെ മുകളിലുള്ളവർക്കൊക്കെ ഗുരുതരമായി പരിക്കേൽക്കുന്ന രീതിയിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. 7.4 രേഖപ്പെടുത്തിയ ഭൂകമ്പം വൻതോതിൽ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തമായ ഭൂകമ്പമാണെന്നും കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇത്രയും ശക്തമായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ലെന്നും ഈ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് അധികാരമേറ്റ കൊളംബിയൻ പ്രസിഡന്റ് എസ്പ്രിയല അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ വൻതോതിൽ പുരോഗമിക്കുന്നുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയൊരു ധനസഹായം നൽകിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. $15.5 മില്യൺ സഹായ സംവിധാനങ്ങൾ അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സാൻ ഹോസ് ഡെ പാമർ എന്ന് പറയുന്ന മേഖലയിലാണ് ഇതിന്റെ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഏതാണ്ട് 85ഓളം കിലോമീറ്റർ താഴെയാണ് എന്ന നിരീക്ഷണമാണ് ജിയോളജിക്കൽ സർവേയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മേഖലയിലെ ജിയോളജിക്കൽ സർവേ ഇക്കാര്യം കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. റിസാറഹൾഡ എന്ന് പറയുന്ന ഒരു പ്രോവിൻസിലാണ് വൻതോതിൽ ആൾനാശം ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയാനും സാധിക്കുന്നത്. ഇത് മാറി മറിയുന്ന ഒരു സാഹചര്യമാണ് ഓരോ മണിക്കൂറുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മരിച്ചവരുടെ എണ്ണം കൂടി വരുന്ന ദുഃഖകരമായ വാർത്തകൾ തുടർച്ചയായി കൊളംബിയയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ശരി, ഐസൻ ജോസ് ആണ് വിവരങ്ങൾ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ദൃശ്യങ്ങൾ വളരെ നടുക്കുന്ന ദൃശ്യങ്ങളല്ലേ, ഭയാനകമാണ് സാഹചര്യം എന്നുള്ളതാണ്. പടുകൂറ്റൻ കെട്ടിടങ്ങളാണ് നിമിഷ നേരം കൊണ്ട് നിലംപൊത്തുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നവർക്ക് രക്ഷപ്പെട്ടതിൻ്റെ ആശയല്ല, ഉള്ളിലുള്ളവരെ ഓർത്തുള്ള ആശങ്കയാണ്. ചിലപ്പോൾ ഉറ്റവരുണ്ടാകും, ഉടയവരുണ്ടാകും, ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ അതിനകത്തുണ്ടാകും അല്ലേ. തലേന്നാൾ വരെ അല്ലെങ്കിൽ അല്പം മുമ്പ് വരെ നേർക്കുനേർ കണ്ടവർ, സംസാരിച്ചവരൊക്കെ നിമിഷങ്ങൾ മുൻപ് ഒരു നിമിഷം കൂടി ജീവിതമാകെ മാറി മറിയുന്ന സാഹചര്യം. ഐസൻ ജോസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.